പ്രൈസ് ലോൺ. ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 46-10 വാക്യപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. 10 വാക്യപ്രകാരം പറയുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും. ഹല്ലേലൂയ. ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഡോണ്ട് റഷ് ദ പ്രോസസ്. ഐ ആം നോട്ട് ലേറ്റ്. ആസ് I prepare you, stay faithful, stay kind, because I am working in silent. Hallelujah. Stotram. Be still and I know that I am God. Hallelujah. സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടോ? ഹാലലുയ ഹാലലുയ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യപ്രകാരം പറയുന്നു, ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ഹാലലുയ. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ഹാലലുയ. ഇരുളിൻ്റെ മീതെ ഹാലലുയ വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. ഹാലലുയ. സൈലൻ്റായിട്ട് ഹല്ലേലൂയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വാൽക്കാലം ദൈവം നമ്മളോട് പറയുക, ധൃതി കൂട്ടരുത്, വെപ്രാളം കാണിക്കരുത്. ഹല്ലേലൂയ. നീ ഒന്ന് മിണ്ടാതിരിക്കുക, നീ ഒന്ന് സൈലൻ്റായിട്ടിരിക്കുക. നീ എന്ത് കടന്നു വന്നാലും ഹല്ലേലൂയ, കാറ്റ് വരട്ടെ, കോള് വരട്ടെ, തിരമാല വരട്ടെ, ഹല്ലേലൂയ, ആടി ഒലയുന്ന പടകിൽ ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുമല്ലേ. നീ ഒന്ന് മിണ്ടാതിരിക്കുക, നീ ഒന്ന് സൈലൻ്റായിട്ടിരിക്കുക. എനിക്ക് നിന്നെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. ഹല്ലേലൂയ ഹാലലുയ. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വാൽക്കാലം നമ്മൾ ഓർപ്പിക്കുന്ന ഹല്ലേലൂയ. പൗലോസ് ഹല്ലേലൂയ കടന്നുപോയ ആ കപ്പൽ മുഴുവൻ കപ്പൽ ഛേദം വന്ന് നശിച്ചപ്പോഴും പൗലോസിനോട് കർത്താവ് പറയുന്നുണ്ട്, ധൈര്യത്തോടെ ഇരിപ്പാൻ. ഹല്ലേലൂയ. നീ ആ മെലീത്ത എന്ന ദേശത്ത് പോയി ഹല്ലേലൂയ എൻ്റെ ഹല്ലേലൂയ സാക്ഷിയാകേണ്ടതിനാ ഞാൻ നിന്നെ അവിടത്തേക്ക് അയക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ ആത്മാവിനെ ഹല്ലേലൂയ, നിൻ്റെ ആയുസ്സിനെ അല്ലെങ്കിൽ ഹല്ലേലൂയ നിൻ്റെ ജീവനെയോ നിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരുടെ ജീവനെയോ തൊടുവാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പൗലോസിനോട് സാക്ഷ്യം പറയുമ്പോൾ, ഹല്ലേലൂയ ദൂത് പറയുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ പൗലോസ് ആ ദൈവകൃപയാൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ സഹോദരങ്ങളെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മൾ ധൃതി കൂട്ടണ്ട. ദൈവം തക്ക സമയത്ത് ഹല്ലേലൂയ ഹാലലുയ അവൻ നമ്മളെ ഉയർത്തുവാനായിട്ട് ഇടയാകും. അവൻ്റെ ബലമുള്ള കൈക്കീഴിലൊന്ന് താണിരിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനുള്ള കൃപ നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പ്രാപിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. മിണ്ടാതിരുന്ന് നമ്മൾ പ്രതികരിക്കേണ്ട, നമ്മൾ മറുപടി പറയേണ്ട. നമ്മളല്ല മറുപടി പറയേണ്ടത്. നമ്മൾക്കൊരു സൃഷ്ടിതാവുണ്ട്, നമ്മൾക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ഒരുവനുണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി ഇടപെടും. കർത്താവായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി സംസാരിക്കും. കർത്താവായ യേശു ക്രിസ്തു നിനക്ക് ന്യായം പാലിച്ചു തരും. ഹല്ലേലൂയ. നീ ലജ്ജിച്ചു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ. നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ഹല്ലേലൂയ ഹാലലുയ. നിൻ്റെ തല അവൻ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. പ്രൈസ് ലോൺ. ദൈവത്തിന് മഹത്വം. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.